നമസ്കാരം, ദിശ അക്കാഡമിയുടെ RRB NTPC ടയർ 2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീസണിങ്ങിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ റീസണിങ്ങിൽ ചോദിച്ചിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മളോടൊപ്പം ചെയ്തു പോവുക. അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് റീസണിങ്ങിൽ നിന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. നമുക്ക് നോക്കാം എന്താണ് മിസ്സിംഗ് നമ്പർ. ഞാൻ ആ നമ്പേഴ്സ് ഒന്നുകൂടെ എടുത്തിരുന്നു. 48, 82, 44, 77, 40, 72, then dash. നമ്പർ സീരീസ് ആണ് അല്ലെ. നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന കാര്യം എന്താ? ഒരു ഡിഫറൻസിന്റെ വ്യത്യാസത്തിൽ പോകുന്ന സീരീസ്, എന്തെങ്കിലും ഒരു ലോജിക്കിന്റെ ബേസിസിൽ പോകുന്ന സീരീസ്. പല ടൈപ്പ് ഓഫ് സീരീസുകൾ ഉണ്ടെന്നറിയാം. ഏതൊക്കെയാണ്? ഡിഫറൻസ് ബേസ്ഡ്, ഒരു ഡിഫറൻസിന്റെ ബേസിൽ പോകുന്ന സീരീസ്. മൾട്ടിപ്ലിക്കേഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് പോകുമ്പോൾ വലുതായി വരുന്ന ടൈപ്പ് സീരീസ്. ഡിവിഷൻ പാറ്റേൺ കീപ്പ് ചെയ്യുന്ന സീരീസ്, അതായത് ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് വരുമ്പോൾ ചെറുതായി വരുന്ന സീരീസ്. അതുപോലെ തന്നെ മിക്സഡ് പാറ്റേൺ സീരീസ്, അതായത് ഒരു സീരീസിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻ ഓഫ് ലോജിക്കുകൾ കയറി വരുന്നത്. ദെൻ ആൾട്ടർനേറ്റീവ് പാറ്റേൺ സീരീസ്, അവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പറുകൾ തമ്മിലായിരിക്കും ബന്ധം ഉണ്ടാവുക. പിന്നെ ഡെസിമൽ പാറ്റേൺ സീരീസ്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സീരീസുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു സീരീസ് കണ്ടാലേ നിങ്ങൾ ആദ്യം ആ സീരീസിനെ നന്നായി ഒന്ന് നോക്കണം. നോക്കി എന്തെങ്കിലും അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിൽ ഡിഫറൻസിന്റെ എന്തെങ്കിലും പ്രത്യേകത, ലോജിക്ക് കാര്യങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് പ്രത്യേകിച്ച് നോക്കുക. അപ്പോൾ അതാ അടുത്തടുത്ത 48, 82, 44, 77, 40. ഞാൻ പറയുന്നു അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിൽ ബന്ധമില്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് നോക്കിക്കോണം. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് എന്റെ വിചാരം. 48ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 44 ആയി. എഗെയിൻ അതേ പ്രോസസ് ചെയ്തപ്പോൾ 40 ആയി. സോ എഗെയിൻ സെയിം പ്രോസസ് ചെയ്താൽ പോരെ ഇവിടുത്തെ ആൻസർ കണ്ടെത്താൻ. ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലോ ഇവിടെ -5 പോയപ്പോൾ 77 ആയി. ദെൻ -5 പോയപ്പോൾ 72 ആയി. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ്. ഇവിടെ -4 കഴിഞ്ഞ് കിട്ടേണ്ട ആൻസർ എന്താണ്? 36 ഈസ് ദ റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ഉത്തരം. അപ്പൊ നമ്പർ സീരീസ് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞു. ആദ്യം നിങ്ങൾ തന്നിരിക്കുന്ന സീരീസിനെ കൃത്യമായി ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ സ്പീഡ് കാണിച്ച് എന്തെങ്കിലും ഒരു ആൻസറിലേക്ക് എത്താതെ തന്നിരിക്കുന്ന സീരീസിനെ ഒരു നിമിഷം ഒന്ന് കൃത്യമായി നോക്കിയതിന് ശേഷം ചെയ്തു തുടങ്ങുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ 2, 5, 10, 17, 26. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ആരാണ്? ഞാൻ അതൊന്ന് എഴുതാം. ഏതൊക്കെയാണ്? 2, 5, 10, 17, 26, then dash. 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 3ന്റെ ഡിഫറൻസാ. 5ഉം 10ഉം തമ്മിൽ 5ന്റെ ഡിഫറൻസ്. 10ഉം 17ഉം തമ്മിൽ 7ന്റെ ഡിഫറൻസ്. 17ഉം 26ഉം തമ്മിൽ എത്രന്റെ ഡിഫറൻസ്? സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എത്രന്റെ ഡിഫറൻസ് ആണ് വരുന്നത്? 3, 26, 9ന്റെ ഡിഫറൻസ്. ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. നോക്കൂ, ഇവര് തമ്മിൽ 2ന്റെ വ്യത്യാസം, ഇവര് തമ്മിൽ 2ന്റെ വ്യത്യാസം, ഇവര് തമ്മിൽ 2ന്റെ വ്യത്യാസം. അതായത് ഡിഫറൻസുകൾ തമ്മിൽ കൃത്യം എത്രന്റെ വ്യത്യാസം വരണം? 2ന്റെ വ്യത്യാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3, 5, 7, 9, 11 അതായത് ഓഡ് നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ടത് ആരാണ്? 37. 26 + 11, 37. സോ മൂന്നാമത്തെ ഓപ്ഷൻ വളരെ കൃത്യമായി നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ബ്ലഡ് റിലേഷൻ എപ്പോഴും നമുക്കൊരു സിമ്പിൾ റെപ്രസെന്റേഷനിലൂടെ കാണിക്കാൻ സാധിക്കും. എന്താണ് സിമ്പിൾ റെപ്രസെന്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് മെയിലിനെ ഡിനോട്ട് ചെയ്യുന്നു, മൈനസ് ഫീമെയിലിനെ ഡിനോട്ട് ചെയ്യുന്നു, ഡബിൾ ലൈൻ എപ്പോഴും ഹസ്ബൻഡ് ഓർ വൈഫിനെ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ അതേപോലെ വെർട്ടിക്കൽ ലൈൻ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? സൺ ഓർ ഡോട്ടറിനെ ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ ബ്രദർ ഓർ സിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇത് അറിയാൻ മേലാത്തവർ നമ്മുടെ ബേസിക് ക്ലാസ്സുകൾ കാണാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ വെച്ചിട്ട് ഞാൻ ഇത് വരച്ച് കാണിക്കാം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. എ ഈസ് ദ സൺ ഓഫ് ബി. എ ആരുടെ സൺ ആണെന്ന് പറയുന്നു? ബിയുടെ സൺ ആണെന്ന് പറയുന്നു. തർക്കമൊന്നുമില്ല, നമ്മളത് കൃത്യമായി വരച്ചു. ഇനി എന്താ? വൈൽ ബി ആൻഡ് സി ആർ സിസ്റ്റേഴ്സ് ഓഫ് വൺ അനദർ. ബിയും സിയും മറ്റാരുടെയോ സിസ്റ്റർ ആണ്. അയാളെ അറിയത്തില്ല, അതുകൊണ്ട് ഞാനൊരു ബ്രാക്കറ്റ് ഇട്ടു. പക്ഷെ ഇവർ രണ്ടുപേരും ആരുടെയോ സിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇ ഈസ് ദ മദർ ഓഫ് സി.
ഇ എന്ന് പറയുന്ന ആള് സിയുടെ മദറാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ 3 പേരുടെയും മദറാണ് ആരെന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ദെൻ ഡി ഈസ് ദ സൺ ഓഫ് ഇ. ഡി ഈസ് ദ സൺ ഓഫ് ഇ. അപ്പോ ഉറപ്പാണ് എന്താണ്, ഡി ഇവിടെ വരുന്ന ആളാണ് അല്ലെ. ഡി ഈസ് ദ സൺ ഓഫ് ഇ. ഡി എന്ന് പറഞ്ഞാൽ ആരുടെ സൺ ആണ്? ഇയുടെ സൺ ആണ്. കാരണം നമ്മൾ പറയുന്നുണ്ട് ബിയും സിയും എന്താണ്, സിസ്റ്റർ ഓൺ അനദർ, ഒരാളുടെ സിസ്റ്റർ ആണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബിയും സിയും. അതുകൊണ്ട് ഡി എ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഡി ഈസ് ദ മെറ്റേണൽ അങ്കിൾ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡി എയുടെ അങ്കിൾ ആണെന്ന് സംശയമൊന്നുമില്ല. കാരണം ആരാണ്? എയുടെ അങ്കിൾ ആണല്ലോ ഡി. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. സോ അത് കറക്റ്റ് ആണ്. അപ്പോ ഇത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇ ഈസ് ദ ബ്രദർ ഓഫ് ബി. ഇ ഈസ് ദ ബ്രദർ ഓഫ് ബി അല്ല, തെറ്റാണ്. ഡി ഈസ് ദ കസിൻ ഓഫ് എ. ഡിയും എയും കസിൻസ് അല്ല. ബി ആൻഡ് ഡി ആർ ബ്രദേഴ്സ്. ബി ആൻഡ് ഡി ആർ ബ്രദേഴ്സ്, ബ്രദേഴ്സ് അല്ല, ബ്രദറും സിസ്റ്ററുമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഡയഗ്രാം വരച്ചാൽ നമുക്ക് തെറ്റാതെ അത് വരയ്ക്കാൻ സാധിക്കും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റിംഗ് ടു എ ലേഡി ഇൻ എ ഫോട്ടോഗ്രാഫ്. ഇത് രണ്ടാമത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ബ്ലഡ് റിലേഷനിലെ. ഒരു ലേഡി, ഒരു ഫോട്ടോഗ്രാഫിലെ ലേഡിയെ ചൂണ്ടിക്കൊണ്ട് മീര പറയുന്നു. എന്താണ് മീര പറയുന്നത്? ഹെർ ഫാദർ. അപ്പൊ ആ ലേഡിയെ ഞാൻ സപ്പോസ് ഇവിടെ വരച്ചു, ഒരു ലേഡിയെ ചൂണ്ടിക്കൊണ്ടാണല്ലോ പറയുന്നത്. ഹെർ ഫാദർ അവരുടെ ഫാദേഴ്സ് ഓൺലി സൺ. ഹെർ ഫാദേഴ്സ് ഓൺലി സൺ എന്ന് പറയുമ്പോൾ ആരാണ്? അത് നമ്മുടെ ഫോട്ടോഗ്രാഫി കാണിച്ച ലേഡിയുടെ ബ്രദർ ആയിരിക്കുമല്ലോ. ഹെർ ഫാദേഴ്സ് ഓൺലി സൺ. അപ്പൊ അവർ തമ്മിൽ ബ്രദറും സിസ്റ്ററും ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചത്. ഹെർ ഫാദേഴ്സ് ഓൺലി സൺസ് വൈഫ് ഈസ് മൈ മദർ ഇൻ ലോ. ഈസ് മൈ മദർ ഇൻ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകന്റെ അല്ലെ, അവരുടെ മകന്റെ എന്താണ്, അവരുടെ മകന്റെ വൈഫാണ് ഈ പറയുന്ന ആള്. ആരാണ്? മീര അല്ലെ. മീര എന്ന് പറയുന്ന ആള്, മീര ഇവിടാണ് വരുന്നത്. ഓക്കെ, വൈഫ് ഈസ് മൈ മദർ ഇൻ ലോ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. പോയിന്റിംഗ് ടു എ ലേഡി ഇൻ എ ഫോട്ടോഗ്രാഫ്, മീര സെഡ് ഹെർ ഫാദേഴ്സ് ഓൺലി സൺസ് വൈഫ് ഈസ് മൈ മദർ ഇൻ ലോ എന്ന് പറഞ്ഞ മദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ അറിയാലോ അവരുടെ മകന്റെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്, മീര എന്ന് പറയുന്നത്. ഈസ് ഹൗ ഈസ് മീരാസ് ഹസ്ബൻഡ് റിലേറ്റഡ് ടു ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ്. അപ്പൊ മീരയുടെ അച്ഛൻ എന്ന് ആരാണ് വരുന്നത്? അതായത് ഇവരുടെ അച്ഛന്റെ സഹോദരിയുടെ അല്ലെ, മീരയുടെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ സഹോദരിയാണ് ആരെന്ന് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫിൽ ചൂണ്ടിക്കാണിച്ച ആള്. ആ ഫോട്ടോഗ്രാഫിൽ ചൂണ്ടിക്കാണിച്ച ആളുടെ ആരായിട്ട് വരും? മീരയുടെ ഹസ്ബൻഡ് എന്നാ പറയുന്നത്. അപ്പോ മീരയുടെ ഹസ്ബൻഡ് ഇവരുടെ ആരാണ് വരുന്നത്? നെഫ്യൂ അല്ലേ? ശരിയല്ലേ? അച്ഛന്റെ സഹോദരിക്ക് ഈ ആളെന്ന് പറയുന്നത്, മീരയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആരാണ് വരുന്നത്? നെഫ്യൂ ആണ്. സോ ദ ആൻസർ ഈസ് നെഫ്യൂ. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഡയഗ്രാം വരച്ചാൽ ഒരു തെറ്റുമില്ലാതെ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ജോൺസൺ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഡയറക്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോണം. അതും ഞാൻ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും 4 ഡയറക്ഷൻസ് ഏതൊക്കെയാണ് അത് ഓർത്തു വെക്കാനുള്ള കോഡ് VNS. ദെൻ അതർ 8 ഡയറക്ഷൻസ് ഏതൊക്കെയാണ് അതർ 8 ഡയറക്ഷൻസ്? നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. അപ്പൊ ഞാനത് റഫായി അങ്ങ് വരച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഒന്ന് എന്ത് ചെയ്തോളുക, മനസ്സിലാക്കിക്കൊള്ളുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജോൺസൺ ലെഫ്റ്റ് ഫോർ ഹിസ് ഓഫീസ് ഇൻ ഹിസ് കാർ. അപ്പൊ ഞാനിവിടെ ചെറുതായിട്ട് VNS ഒന്ന് മാർക്ക് ചെയ്തേക്കാം. VNS. ഓക്കെ, VNS ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ he drove 15 kilometer towards north. ഓക്കെ, ഞാൻ ഇവിടെ സെന്റർ പോയിന്റിൽ നിന്ന് നമ്മുടെ ജോൺസൺ എങ്ങോട്ടേക്ക് പോയി? നോർത്തിലേക്കാണ് എന്ത് പോയിരിക്കുന്നത്? 15 കിലോമീറ്റർ പോയിരിക്കുന്നത്. ദെൻ 10 കിലോമീറ്റർ വെസ്റ്റ്, 10 കിലോമീറ്റർ വെസ്റ്റിലോട്ട് പോയി. അത് തർക്കമൊന്നുമില്ല, 10 കിലോമീറ്റർ വെസ്റ്റിലോട്ട് പോയി. പിന്നെന്താണ്? ഹി ടേൺ ടു ദ സൗത്ത്, സൗത്തിലേക്ക് തിരിഞ്ഞു, അതായത് താഴേക്ക് തിരിഞ്ഞു. ആൻഡ് കവേർഡ് 5 കിലോമീറ്റർ. ഓക്കെ, 5 കിലോമീറ്റർ കവർ ചെയ്തു. ഓക്കെ, മൊത്തം ഇവിടെ 15 കിലോമീറ്റർ ആണ്. ഇത് 5 കിലോമീറ്റർ ഞാനൊരു റഫായി വരച്ചു എന്നുള്ളത്. വേണമെങ്കിൽ ഇത് നമുക്ക് ഇച്ചിരി കൂടെ നീട്ടാം. ഓക്കെ, മൊത്തം 15 കിലോമീറ്റർ. ഓക്കെ, ദെൻ ഫർദർ ഹി ടേൺ ടു ദ ഈസ്റ്റ് ആൻഡ് മൂവ്ഡ് 8 കിലോമീറ്റർ. എന്നിട്ട് ഇവൻ ഇവിടുന്ന് ഈസ്റ്റിലോട്ട് 8 കിലോമീറ്റർ മൂവ് ചെയ്തു. ഓക്കെ,
ഫൈനലി ഹി ടേൺ ടു മൂവ് 10 കിലോമീറ്റർ. എന്നിട്ട് അയാൾ റൈറ്റിലോട്ട്, ഈസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവന്റെ റൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റിലോട്ട് പോകുന്നതായിട്ട് ചിന്തിക്കുക. അവിടുന്ന് എത്ര റൈറ്റിലോട്ട് എത്ര 10 കിലോമീറ്റർ, അതായത് ഈ പൊസിഷനിൽ വന്നു അല്ലേ. പിന്നെ ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇത്രയല്ലേ ഉള്ളൂ ദൂരം. ഇതെത്ര 2 കിലോമീറ്റർ അല്ലേ. കാരണം എന്താ, 10 കിലോമീറ്റർ ഇങ്ങോട്ട് 8 കിലോമീറ്റർ തിരിച്ച് കവർ ചെയ്തു. അപ്പൊ ഇത് 2 കിലോമീറ്ററേ വരത്തുള്ളൂ. പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുമ്പോൾ ഇപ്പൊ ഇത് ഏതാണ് ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ വെസ്റ്റ് അല്ലേ. അപ്പൊ ആൻസർ എന്താ, 2 കിലോമീറ്റർ വെസ്റ്റ് എന്ന ഉത്തരം ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അത് ഡയറക്ഷൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? റീജ സ്റ്റാർട്ടഡ് ഫ്രം എ പോയിന്റ് ഹി വാക്ക്ഡ് 3 കിലോമീറ്റർ ടു ദ നോർത്ത്. ഞാൻ വീണ്ടും BNS നമ്മൾ ഇങ്ങനെ വരച്ചിടുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ BNS ഒന്ന് നോർത്ത് വെച്ചോണം. നമുക്ക് ഈ നോർത്തും സൗത്തും വെസ്റ്റും ഈസ്റ്റും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി. റീജ സ്റ്റാർട്ടഡ് ഫ്രം എ പോയിന്റ് ഹി വാക്ക്ഡ് 3 കിലോമീറ്റർ ടു ദ നോർത്ത്. റീജ എന്താണ്, 3 കിലോമീറ്റർ നോർത്തിലോട്ട് വരച്ചു. ഓക്കെ, 3 കിലോമീറ്റർ നോർത്തിലോട്ട് വരച്ചു. ദെൻ ടേൺ ടു ദ ഈസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, ഈസ്റ്റിലോട്ട് പോയി. എത്ര കിലോമീറ്റർ, 4 കിലോമീറ്റർ. ഓക്കെ, 4 കിലോമീറ്റർ ഈസ്റ്റ്. ദെൻ ഹി ടേൺഡ് വെസ്റ്റ് വാക്ക്ഡ്. എന്നിട്ട് വെസ്റ്റിലോട്ട് തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ വെസ്റ്റിലോട്ട് എത്ര 2 കിലോമീറ്റർ വന്നു. അതേ ഡയറക്ഷനിൽ തന്നെ കേട്ടോ. അപ്പൊ അവിടുന്ന് തന്നെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു. ആൻഡ് ദെൻ ടേൺ ടു സൗത്ത് വാക്ക്ഡ് 3 കിലോമീറ്റർ. എന്നിട്ട് എന്താ ഇവിടുന്ന് 3 കിലോമീറ്റർ സൗത്തിലോട്ട് വന്നു. ഓക്കെ, അപ്പൊ എന്താണ് വരുന്നത്, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് റീജ ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതല്ലേ സ്റ്റാർട്ടിംഗ് പോയിന്റ്. റീജ ഇപ്പൊ നിൽക്കുന്ന ഏത് ഡയറക്ഷനിലാണ്, നിങ്ങൾ പറ. ഈസ്റ്റ് ഡയറക്ഷനിലല്ലേ. സോ ദ ആൻസർ ഈസ് ഈസ്റ്റ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കുന്നത് ഇവിടാണ്. ഇവിടെ നിന്നുകൊണ്ട് നോക്കുന്നു, ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുന്നു. അപ്പൊ റീജ ഏത് ഡയറക്ഷനാണ് നിൽക്കുന്നത്, നോക്കേ ഏത് ഡയറക്ഷനാ. VNS അറിയാമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷൻ അല്ലേ റീജ നിൽക്കുന്നത്. ഓക്കെ, ക്ലിയർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വെൻ ഡയഗ്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതിൽ നിന്ന് മാറി പുതിയ ഒരു ടൈപ്പ് ഓഫ് വെൻ ഡയഗ്രമാണ്. ഇവിടുത്തെ വാല്യൂസ് തന്നിട്ട് അതിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്, നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? ദ ഡയഗ്രാം റെപ്രസെന്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്റ്റഡിങ് ഡിഫറെന്റ് സബ്ജക്ട്സ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫിസിക്സ് സബ്ജക്റ്റ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ബയോളജി ഉണ്ട്, മാത്സ് ഉണ്ട്. ഇപ്പൊ സ്റ്റുഡൻസ് ഈ 4 സബ്ജക്ട്സ് പഠിക്കുന്നതിന്റെ കൗണ്ട് ആണ് തന്നെ. സ്റ്റുഡൻസ് സ്റ്റഡിങ് ഫ്രം ഡിഫറെന്റ് സബ്ജക്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു സ്റ്റഡി ഹിസ്റ്ററി ആൻഡ് ബയോളജി. ഹിസ്റ്ററിയും ബയോളജിയും പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ കൗണ്ട് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഹിസ്റ്ററിയും ബയോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു സർക്കിളും ഈ ഒരു സർക്കിളും ഈ ഒരു സർക്കിളുമാണ് വരുന്നത്. തർക്കമില്ലേ? അതിൽ ഹിസ്റ്ററിയും ബയോളജിയും കൂടെ ചേർന്ന് വരുമ്പോൾ ഈ 16 പേര് എന്തായാലും ഉണ്ട്. കണ്ട ഈ 16 പേര് ഹിസ്റ്ററിക്കകത്തും ഉണ്ട്, ബയോളജി എന്ന് പറഞ്ഞ സർക്കിളിലും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബയോളജി, ഇത് മാത്സും ബയോളജിയും കൂടെ ചേർന്ന് വരുന്നവരാ. ഇത് ബയോളജി മാത്രം വരുന്നവരാണ്. ഇതെന്താണ്, ബയോളജിയും ഫിസിക്സുകാരാണ്. ഇവരെന്താണ്, എല്ലാത്തിലും ചേർന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ആക്ച്വലി എന്തും പഠിക്കുന്നുണ്ട്, ഹിസ്റ്ററിയും ബയോളജിയും പഠിക്കുന്നവരാണ്. സോ വാട്ട് ഈസ് ദ കൗണ്ട് ഓഫ് ഹിസ്റ്ററി ആൻഡ് ബയോളജി? 16 + 4 ആയിരിക്കും വരുന്നത്. 20 എന്നൊരു ഉത്തരം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഓപ്ഷൻ 3 റൈറ്റ് ഉത്തരമായിട്ട് വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഹിസ്റ്ററി ആൻഡ് ബയോളജി വെച്ചാൽ ഹിസ്റ്ററിയും ബയോളജിയും പഠിക്കുന്നല്ലേ. എല്ലാം പഠിക്കുന്നവരുടെ കൂട്ടത്തിലും എല്ലാം പഠിക്കുന്നവരെന്ന് പറയുമ്പോഴും അവരെന്ത് പഠിക്കുന്നുണ്ട്, ഹിസ്റ്ററിയും ബയോളജിയും പഠിക്കുന്നുണ്ട് എന്ന കാര്യം തെറ്റിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഹൗ മെനി റൂറൽ പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ്. നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു രീതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെൻ ഡയഗ്രത്തിൽ പല ടൈപ്പ് ഓഫ് ഷേപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ വേണ്ടത് റൂറൽ പീപ്പിളിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. റൂറൽ ആൻഡ് എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് 22. ദിസ് 6 ഈസ് റെപ്രസെന്റഡ് ഫോർ എഡ്യൂക്കേറ്റഡ്, എംപ്ലോയിഡ് ആൻഡ് റൂറൽ പീപ്പിൾസ്. ശരിയാണോ? അപ്പോ സോ ദ ആൻസർ ഈസ് 22 എന്ന് പറയുന്ന എഡ്യൂക്കേറ്റഡും റൂറലുമാണ്. ദിസ് 6 ഈസ് ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ rural and educated area, so it is 28 is the right answer. 28 ആണ് റൈറ്റ് ഉത്തരമായിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഡയഗ്രത്തിന്റെ റെപ്രസെന്റേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് നല്ലപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്തോളുക, പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ താങ്ക് യു. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ ക്ലാസ്സുകളിലും കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് നമ്മുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഓരോ ദിവസവും കുറെ ക്വസ്റ്റ്യൻസ് വെച്ച് റീസണിങ്ങിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റീസണിങ്ങിലെ ഫുൾ മാർക്കും RRB NTPC ടയർ 2 എക്സാമിന് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.